പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 208-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ അധ്യായങ്ങൾ 37-38, ബാറൂക്കിൻ്റെ പുസ്തകം അധ്യായങ്ങൾ 5-6, സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യങ്ങൾ 25 മുതൽ 28 വരെ. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 37. യെശയ്യായുടെ ഉപദേശം. ഹെസക്കിയ രാജാവ് ഇത് കേട്ട് തൻ്റെ വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷെബിനായെയും മുതിർന്ന പുരോഹിതന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ അവനോട് പറഞ്ഞു, ഹെസക്കിയ ഇപ്രകാരം പറയുന്നു: ഈ ദിനം കഷ്ടതയുടെയും ശാസനയുടെയും അവമാനത്തിൻ്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരിക്കുന്ന റബ്ശക്കയുടെ വാക്കുകൾ ഒരുപക്ഷേ നിന്റെ ദൈവമായ കർത്താവ് കേൾക്കുകയും നിന്റെ ദൈവമായ കർത്താവ് കേട്ട ആ വാക്കുകൾക്ക് അവിടുന്ന് അവനെ ശാസിക്കുകയും ചെയ്യും. അതിനാൽ നീ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹെസക്കിയ രാജാവിൻ്റെ ദാസന്മാർ യെശയ്യായുടെ അടുത്തെത്തി. യെശയ്യാ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് ഇങ്ങനെ പറയുവിൻ: കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, അസീറിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ നിങ്ങൾ കേട്ട വാക്കുകളെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഇതാ, ഞാൻ അവനിൽ ഒരാത്മാവിനെ നിക്ഷേപിക്കും. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവനെ ഇടവരുത്തും. റബ്ശക്ക മടങ്ങിപ്പോയി അസീറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാക്കീഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. കുഷ് രാജാവായ തിർഹാക്കയെക്കുറിച്ച് അവൻ തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നെന്ന് അയാൾ കേട്ടു. അത് കേട്ടപ്പോൾ അയാൾ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇപ്രകാരം പറഞ്ഞു: യൂദാ രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ ഇപ്രകാരം പറയണം: അസീറിയ രാജാവിൻ്റെ കയ്യിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതിന് എന്തു ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ നീ രക്ഷപ്പെടുമോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റേസേഫ്, ബിത്ലാസറിലുണ്ടായിരുന്ന ഏദൻകാർ എന്നീ ജനതകളെ വിജാതീയ ദേവന്മാർ രക്ഷിച്ചോ? ഹാമാത്തിലെ രാജാവും അർപ്പാദിലെ രാജാവും സെഫാർവയീം നഗരത്തിലെയും ഹേനായിലെയും ഇവ്വായിലെയും രാജാക്കന്മാരും എവിടെ? ഹെസക്കിയ ആ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ഹെസക്കിയ അത് അവിടുത്തെ മുമ്പിൽ നിവർത്തിവെച്ചു. ഹെസക്കിയ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ, അങ്ങാണ്. അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. അങ്ങാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. കർത്താവെ, ചെവി ചായിച്ച് ശ്രവിക്കണമേ. കർത്താവെ, കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാകെരീബ് അയച്ച ദൂത് അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അസീറിയ രാജാക്കന്മാർ സത്യമായും എല്ലാ രാജ്യങ്ങളും അവരുടെ ദേശങ്ങളും ശൂന്യമാക്കി കഴിഞ്ഞു. അവൻ അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കി. കാരണം അവ ദേവന്മാരായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ കരവേലയായ മരവും കല്ലുമായിരുന്നു. അവൻ അവ നശിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിൻ്റെ പുത്രനായ യെശയ്യാ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: അസീറിയ രാജാവായ സെന്നാകെരീബിനെ സംബന്ധിച്ച്
നീ എന്നോട് പ്രാർത്ഥിച്ചതിനാൽ. അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വചനം ഇതാണ്: കന്യകയായ സീയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടി. ആരെയാണ് നീ ശകാരിക്കുകയും ദുഷിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ശബ്ദമുയർത്തിയത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായി. നീ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി. നിന്റെ ദാസന്മാർ വഴി നീ നാഥനെ നിന്ദിച്ചു പറഞ്ഞു. എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ ചരിവുകളിലും കയറി. അതിൻ്റെ ഉയർന്ന ദേവദാരുക്കളും വിശിഷ്ടമായ സരളമരങ്ങളും ഞാൻ വെട്ടിവീഴ്ത്തി. അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഉദ്യാന സമാനമായ വനത്തിലും ഞാൻ കടന്നു ചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു. എൻ്റെ ഉള്ളം കാൽ കൊണ്ട് ഈജിപ്തിലെ തോടുകളെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു. ഞാനിത് പണ്ടുമുതലേ ചെയ്തതാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ അതിന് രൂപം നൽകി. ഞാൻ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു. നീ സുരക്ഷിത നഗരങ്ങളെ അങ്ങനെ തകർത്ത് നാശക്കൂമ്പാരമാക്കി. അതിനാൽ ബലഹീനരായ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും ലജ്ജിതരുമായി. അവർ വയലിലെ പുല്ലും പച്ചപ്പുല്ലും പുരമുകളിലെ പുല്ലും വളരും മുമ്പേ വിളറിപ്പോയ പുല്ലും പോലെ ആയിത്തീർന്നിരിക്കുന്നു. നിന്റെ വസിക്കലും ഗമനാഗമനങ്ങളും നീ എന്നോട് കോപിക്കുന്നതും ഞാൻ അറിഞ്ഞു. നീ എന്നോട് കോപിക്കുകയും എൻ്റെ ചെവികളിൽ നിന്റെ ആലസ്യം എത്തുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൺ നിന്റെ വായിലും ഇടും. നീ എത്തിച്ചേർന്ന വഴിക്ക് തന്നെ ഞാൻ നിന്നെ തിരിച്ചയക്കും. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. വീണുമുളയ്ക്കുന്നത് ഈ വർഷം ഭക്ഷിക്കുക. താനെ വളരുന്നത് 2-ാം വർഷവും. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിലേക്ക് വീണ്ടും വേരുപിടിക്കുകയും മുകളിലേക്ക് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു ശിഷ്ടഭാഗവും സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിതരുടെ ഒരു ഗണവും പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അതിനാൽ അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇവിടെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി ഇതിനോട് ഏറ്റുമുട്ടുകയില്ല. അവൻ ഇതിനെതിരെ ഉപരോധഭിത്തി ഉയർത്തുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചുപോകും. അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. എന്നെ പ്രതിയും എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും രക്ഷിക്കാനായി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിക്കും. കർത്താവിൻ്റെ ദൂതൻ പുറപ്പെട്ട് അസീറിയ പാളയത്തിലെ 1,85,000 പേരെ വധിച്ചു. അവർ രാവിലെ ഉണർന്നപ്പോൾ ഇതാ അവരെല്ലാവരും മൃതരായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അസീറിയ രാജാവായ സെന്നാകെരീബ് പിൻവാങ്ങി. അവൻ തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമേലെക്ക്, ശരേസർ എന്നിവർ അവനെ വാളുകൊണ്ട് വധിച്ച് അരാറാത്തിൻ്റെ ദേശത്തേക്ക് പലായനം ചെയ്തു. അവന് പകരം പുത്രനായ എസാർഹദോൻ ഭരണമേറ്റു. യേശയ്യാ അധ്യായം 38. ഹെസക്കിയായുടെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരകരോഗിയായി തീർന്നു. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു: കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കുകയാണ്, ജീവിച്ചിരിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തൻ്റെ മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു: കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേ ദൃഷ്ടികളിൽ പ്രീതികരമായത് അനുവർത്തിച്ചുവെന്നും അങ്ങ് അനുസ്മരിക്കണമേ. ഹെസക്കിയ വലിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യെശയ്യായ്ക്ക് ഇപ്രകാരം കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു: നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ പ്രതിരോധിക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്ത ഈ വാക്കുകൾ അവിടുന്ന് പൂർത്തിയാക്കുമെന്നതിന് നിനക്ക് കർത്താവിൽ നിന്നുള്ള അടയാളം ഇതാണ്: ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യൻ്റെ പിൻവാങ്ങൽ മൂലം താഴേക്കിറങ്ങിക്കഴിഞ്ഞിരുന്ന ഘടികാര നിഴൽ ഞാനിതാ 10 ചുവട് പിന്നിലേക്ക് തിരിക്കുന്നു. അങ്ങനെ താഴ്ന്നു കഴിഞ്ഞിരുന്ന ഘടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. രോഗാവസ്ഥയിലായിരുന്ന യൂദാ രാജാവായ ഹെസക്കിയ രോഗവിമുക്തനായപ്പോൾ എഴുതിയത്. ഞാൻ പറഞ്ഞു: എൻ്റെ ദിനങ്ങളുടെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളത്തിലേക്ക് പോകണം. എൻ്റെ വർഷങ്ങൾ തീർന്നുപോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു: ഞാൻ കർത്തനെ കാണുകയില്ല. ജീവനുള്ളവരുടെ നാട്ടിൽ കർത്തനെ ദർശിക്കുകയില്ല.
ലോകവാസികളോടൊത്ത് ഞാൻ ഇനി മനുഷ്യനെ നോക്കുകയില്ല. ആട്ടിടെ എൻ്റെ കൂടാരം പോലെ എൻ്റെ വസതി എന്നിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടു. ഞാൻ നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ചുരുട്ടിയിരിക്കുന്നു. അമരനായിരിക്കാതെ എന്നെ അവിടുന്ന് മുറിച്ചു നീക്കും. രാവും പകലും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പ്രഭാതം വരെ ഞാൻ ശാന്തനായിരുന്നു. അവിടുന്ന് ഒരു സിംഹത്തെപ്പോലെ എൻ്റെ അസ്ഥികൾ തകർക്കും. രാപകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെപ്പോലെയോ നിലവിളിക്കും. പ്രാവിനെപ്പോലെ ഞാൻ ഞരങ്ങും. മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണുകൾ തളർന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ തീവ്ര ദുഃഖത്തിലാണ്. അങ്ങെനിക്ക് മാധുര്യമാകണമേ. എനിക്കെന്ത് പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ മനോവേദന നിമിത്തം എൻ്റെ വർഷങ്ങൾ മുഴുവൻ ഞാൻ ഇഴഞ്ഞു നീങ്ങുന്നു. നാഥ, ഇത്തരത്തിലാണല്ലോ മനുഷ്യർ ജീവിക്കുന്നത്. ഇവയിലെല്ലാമാണ് എൻ്റെ ആത്മാവിൻ്റെ ജീവനും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. ഇതാ എൻ്റെ കഠിനവേദന എൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയായിരുന്നു. അങ്ങൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് അങ്ങെന്നെ സ്നേഹപൂർവം രക്ഷിച്ചു. പാതാളം അങ്ങയെ സ്തുതിക്കുകയില്ല, മരണം അങ്ങയെ പ്രകീർത്തിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശയർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണ് അങ്ങയെ സ്തുതിക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവിൻ്റെ രക്ഷകനായിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ തന്ത്രീനാദത്തോടെ കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ അങ്ങയെ കീർത്തിക്കും. അപ്പോൾ യേശയ്യാ പറഞ്ഞു, അവന് സുഖം പ്രാപിക്കേണ്ടതിന് ഒരത്തിയടയെടുത്ത് അവൻ്റെ പരുവിൽ പുരട്ടുക. ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിൻ്റെ അടയാളം എന്താണെന്ന് അപ്പോൾ ഹെസക്കിയ ചോദിച്ചു. ബാറൂക്ക് അധ്യായം 5. ജെറുസലേം, നീ ദുഃഖത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം നിന്റെ ശിരസിൽ അണിയുക. എന്തെന്നാൽ ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് പ്രകടമാക്കും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് നീ എന്നേക്കുമായി ദൈവത്താൽ പേര് വിളിക്കപ്പെടും. ജെറുസലേം, ഉണരുക. ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക. പടിഞ്ഞാറ് നിന്നെന്ന പോലെ കിഴക്ക് നിന്നും പരിശുദ്ധനായവൻ്റെ വാക്കനുസരിച്ച് ഒന്നിച്ചു ചേർക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക. ദൈവത്തിൻ്റെ സ്മരണയിൽ അവർ ആനന്ദിക്കുന്നു. ശത്രുക്കളാൽ നയിക്കപ്പെട്ട അവർ കാൽനടയായി നിന്നിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ ദൈവം അവരെ രാജകീയ സിംഹാസനം പോലെ മഹത്വത്തോടെ സംവഹിച്ച് നിന്റെ പക്കലേക്ക് കൊണ്ടുവരും. ഓരോ ഉന്നതഗിരിയും ശാശ്വത ശൈലങ്ങളും നിരത്തപ്പെടാനും ഗർത്തങ്ങൾ ഭൂനിരപ്പിലേക്ക് നികത്തപ്പെടാനും അങ്ങനെ ഇസ്രായേൽ ദൈവമഹത്വത്തിൽ സുരക്ഷിതമായി നടക്കാനിടയാകാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് വനങ്ങളും എല്ലാത്തരം സുഗന്ധവൃക്ഷങ്ങളും ഇസ്രായേലിന് തണലേകി. തൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും നീതിയും കൊണ്ട് ദൈവം ഇസ്രായേലിനെ സന്തോഷപൂർവം തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കും. ബാറൂക്ക് അധ്യായം 6. ജെറമിയായുടെ ലേഖനം. ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജെറമിയ അയച്ച എഴുത്തിൻ്റെ പകർപ്പ്. ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് അവരെ അറിയിക്കാനുള്ള സന്ദേശമായിരുന്നു അത്. ദൈവസന്നിധിയിൽ നിങ്ങൾ പാപം ചെയ്തതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മൂലം നിങ്ങൾ അടിമകളായി ബാബിലോണിലേക്ക് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനാൽ നയിക്കപ്പെടും. ബാബിലോണിലെത്തിയ ശേഷം നിങ്ങൾ ഏറെ വർഷങ്ങൾ, ദീർഘകാലം, 7 തലമുറകൾ വരെ അവിടെയായിരിക്കും. എന്നാൽ അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ബാബിലോണിലായിരിക്കുമ്പോൾ ചുമലുകളിൽ സംവഹിക്കപ്പെട്ട് ജനതകൾക്ക് ഭയമുളവാക്കുന്ന വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ കാണും. അപ്പോൾ നിങ്ങൾ അന്യജനതകളെ അനുകരിക്കുന്നവരെ പോലെ ആകാതിരിക്കാനും അവയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ പിടികൂടാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജനക്കൂട്ടം അവയുടെ മുമ്പിലും പിമ്പിലും അവയെ ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം, കർത്താവെ, അങ്ങയെയാണ് ആരാധിക്കേണ്ടത്. എന്തെന്നാൽ എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ശില്പികളാൽ മിനുക്കപ്പെട്ടതാണ് അവയുടെ നാവ്. സ്വർണം പൂശിയവയും വെള്ളി പൂശിയവയുമായ അവ വ്യാജമാണ്, സംസാരിക്കാൻ കഴിവില്ലാത്തവയുമാണ്. അവർ സ്വർണമെടുത്ത് ആഭരണഭ്രമമുള്ള കന്യകയ്ക്കെന്ന പോലെ തങ്ങളുടെ ദേവന്മാരുടെ ശിരസുകൾക്ക് അവർ കിരീടങ്ങൾ തയ്യാറാക്കുന്നു. ചിലപ്പോഴൊക്കെ തങ്ങളുടെ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുക്കുന്ന പുരോഹിതന്മാർ
അവർ തങ്ങൾക്കായി ഉപയോഗിക്കുകയും ഉള്ളറയിലുള്ള വേശ്യകൾക്ക് പോലും കൊടുക്കുകയും ചെയ്യുന്നു. സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള ഈ ദേവന്മാരെ മനുഷ്യരെ എന്ന പോലെ അവർ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഇവയ്ക്ക് തുരുമ്പിൽ നിന്നോ ചിതലരിക്കലിൽ നിന്നോ സ്വയം രക്ഷിക്കാനാവില്ല. പട്ടുവസ്ത്രത്താൽ അവ പൊതിയപ്പെട്ടിരിക്കുന്നെങ്കിലും ആലയത്തിൽ നിന്നുള്ള പൊടി അവയെ മൂടുമ്പോൾ അവർ അവയുടെ മുഖം തുടയ്ക്കുന്നു. ദേശത്തെ ന്യായാധിപനെപ്പോലെ അതിന് ചെങ്കോലുണ്ടെങ്കിലും തന്നോട് തിന്മ ചെയ്യുന്നവനെ മരണത്തിന് വിധിക്കാൻ അതിനാവില്ല. അതിൻ്റെ വലത് കൈയിൽ കഠാരിയുണ്ട്, കോടാലിയുമുണ്ട്. എന്നാൽ യുദ്ധത്തിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തം. അവയെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ഒരു മനുഷ്യൻ്റെ പൊട്ടിയ പാത്രം ഉപയോഗശൂന്യമായി തീരുന്നത് പോലെയാണ് അവരുടെ ആലയങ്ങളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന അവരുടെ ആ ദേവന്മാർ. അവരുടെ കണ്ണുകളിൽ അവിടെ പ്രവേശിക്കുന്നവരുടെ പാദങ്ങളിൽ നിന്നുള്ള പൊടി കുമിഞ്ഞുകൂടിയിരിക്കുന്നു. രാജദ്രോഹത്തിന് വധശിക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ഒരുവനെ എല്ലാ വശത്തു നിന്നും അടച്ച മുറിയിലാക്കിയിരിക്കുന്നത് പോലെ തങ്ങളുടെ ആലയങ്ങൾ കള്ളന്മാരാൽ കവർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ കത്തിക്കുന്നു. എന്നാൽ അവയിലൊന്നുപോലും കാണാൻ അവയ്ക്ക് കഴിവില്ല. ആലയത്തിൻ്റെ തുലാങ്ങളിൽ ഒന്നിന് തുല്യമാണവ. അവയുടെ ഉള്ള് ചിലർ പറയുന്നത് പോലെ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. അവയെയും അവയുടെ വസ്ത്രങ്ങളെയും ഭൂമിയിൽ നിന്നുള്ള കീടങ്ങൾ കാർന്നു തിന്നുമ്പോൾ അവ അറിയുന്നത് പോലുമില്ല. ആലയത്തിൽ നിന്നുള്ള പുക കൊണ്ട് അവയുടെ മുഖം ഇരുണ്ടുപോയിരിക്കുന്നു. വവ്വാലുകളും മെയ്വൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു, അതുപോലെ തന്നെ പൂച്ചകളും. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അലങ്കാരത്തിനായി അവ അണിയുന്ന സ്വർണത്തിലെ അഴുക്ക് ആരെങ്കിലും തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല. വാർത്തെടുക്കപ്പെട്ടപ്പോൾ പോലും അവ ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്തു വിലയ്ക്കും വാങ്ങപ്പെട്ടവയാണെങ്കിലും അവയിൽ പ്രാണനില്ല. പാദങ്ങളില്ലാത്തതിനാൽ അവ തോളുകളിൽ വഹിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യർക്ക് അവയുടെ നിസാരത വ്യക്തമാകുന്നു. അവയെ പരിചരിക്കുന്നവരും അപമാനിതരാകുന്നു. എന്തെന്നാൽ അവ ഭൂമിയിൽ വീണുപോയാൽ അവരാണ് അവ ഉയർത്തി നിർത്തേണ്ടത്. ഒരുവൻ അതിനെ നേരെ നിർത്തിയാൽ അതിന് സ്വയം ചലിക്കാൻ കഴിവില്ല. ചരിച്ചു വച്ചാൽ അതിന് തനിയെ നേരെ നിൽക്കാനാവില്ല. മരിച്ചവർക്കെന്ന പോലെയാണ് അവയ്ക്ക് മുന്നിൽ കാഴ്ചകൾ വെക്കപ്പെടുന്നത്. അവയ്ക്കുള്ള ബലിവസ്തുക്കൾ വിറ്റ് അവയുടെ പുരോഹിതന്മാർ പണം ഉപയോഗിക്കുന്നു. അതുപോലെ അവരുടെ ഭാര്യമാരും ബലിവസ്തുക്കളിൽ കുറെയെടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. എന്നാൽ ദരിദ്രർക്കോ നിസ്സഹായർക്കോ അവർ ഒന്നും കൊടുക്കുന്നില്ല. ആർത്തവമുള്ളവളും പ്രസവാശുദ്ധിയുള്ളവളും പോലും ആ ബലിവസ്തുക്കൾ തൊടുന്നു. ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരല്ലെന്നറിയുന്നതിനാൽ നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. ആകയാൽ അവയെ എന്തിന് ദേവന്മാരെന്ന് വിളിക്കണം? വെള്ളിയും സ്വർണവും മരവും കൊണ്ടുള്ള ദേവന്മാർക്ക് മുമ്പിൽ സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു. അവയുടെ ആലയങ്ങളിലെ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങളോടെയും താടിയും തലയും ക്ഷൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു. മരിച്ചയാൾക്ക് വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളതുപോലെ തങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. അവയുടെ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് പുരോഹിതന്മാർ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും അണിയിക്കുന്നു. ഒരുവൻ അവയോട് തിന്മ ചെയ്താലും നന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിയുകയില്ല. രാജാവിനെ നിയമിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിയുകയില്ല. ആരെങ്കിലും അവയോട് നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരുന്നാൽ അതവയ്ക്ക് ഈടാക്കാനാവില്ല. ഒരാളെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാനോ ദുർബലനെ ബലവാനിൽ നിന്ന് മോചിപ്പിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. അന്ധനായ മനുഷ്യനെ കാഴ്ചയിലേക്ക് നയിക്കാനോ ദുരിതത്തിലായിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിയുകയില്ല. തടി കൊണ്ട് നിർമ്മിതവും സ്വർണം പൂശിയതും വെള്ളി പൂശിയതുമായവ പർവ്വതങ്ങളിൽ നിന്നുള്ള കല്ലുകൾക്ക് സമാനമാണ്. അവയെ പരിചരിക്കുന്നവർ ലജ്ജിതരാകും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടവയെ ദേവന്മാരായി കരുതുകയോ അവ അങ്ങനെ വിളിക്കപ്പെടുകയോ ചെയ്യണം? ഇതിനു പുറമെ അവർ ഒരു ഊമനെ, സംസാരിക്കാൻ കഴിവില്ലാത്തവനെ കണ്ടാൽ അവനെ ബേലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന് ഗ്രഹണശക്തിയുണ്ടെന്ന വിധം അവന് സംസാരശേഷി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൽദായർ പോലും അവയെ അവഹേളിക്കുന്നു. എന്നാൽ ഒരു നിഗമനത്തിലെത്തി അവയെ ഉപേക്ഷിക്കാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. കാരണം അവർക്ക് തിരിച്ചറിവില്ല. അരയിൽ ചരടുകൾ ചുറ്റി വഴിയരികിലിരുന്ന് സ്ത്രീകൾ ധൂപമെന്നോണം തവിട് പുകയ്ക്കുന്നു. അവരിൽ ഒരുവൾ വഴിപോക്കരിൽ ഒരുവനാൽ ആകർഷിക്കപ്പെടുകയും അവൻ അവളോടുകൂടെ ശയിക്കുകയും ചെയ്താൽ തൻ്റെ അയൽക്കാരി തന്നെപ്പോലെ ആകർഷകത്വമുള്ളവളല്ലെന്നും
അവളുടെ ചരട് പൊട്ടിച്ചില്ലെന്നും പറഞ്ഞ് അവളെ അധിക്ഷേപിക്കുന്നു. അവയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്നതെല്ലാം വ്യർത്ഥമാണ്. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? മരപ്പണിക്കാരാലും സ്വർണ്ണപ്പണിക്കാരാലുമാണ് അവ നിർമ്മിക്കപ്പെടുന്നത്. ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നുമാകാൻ അവയ്ക്ക് സാധിക്കുകയില്ല. അവയെ നിർമ്മിക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരാൽ നിർമ്മിക്കപ്പെട്ടവ എങ്ങനെ ദേവന്മാരാകും? പിന്നാലെ വരുന്നവർക്ക് നുണകളും നിന്ദയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത്. അവയുടെ മേൽ യുദ്ധവും നാശവും വരുമ്പോൾ അവയും കൊണ്ട് തങ്ങൾ എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു. യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാനാവാത്ത അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ കരുതാതിരിക്കും? അവ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും സ്വർണം പൂശിയവയും വെള്ളി പൂശിയവയും ആയതുകൊണ്ട് വ്യർത്ഥ വസ്തുക്കളാണെന്ന് പിന്നീട് അറിയപ്പെടും. അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നുമില്ലെന്നും എല്ലാ ജനതകൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും. അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്ക് മനസ്സിലാകാതിരിക്കും? ദേശത്ത് ഒരു രാജാവിനെ ഉയർത്താനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അവ അശക്തരാകയാൽ സ്വന്തം കാര്യങ്ങളുടെ മേൽ വിധി പറയാനോ നിരപരാധിയെ മോചിപ്പിക്കാനോ അവയ്ക്ക് സാധ്യമല്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേയുള്ള കാക്കകളെപ്പോലെയാണവ. തടികൊണ്ട് നിർമ്മിതവും സ്വർണം പൂശിയതും വെള്ളി പൂശിയതുമായ ദേവന്മാരുടെ ആലയത്തിന് തീപിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും. അപ്പോൾ ദേവന്മാർ തുലാം പോലെ കത്തിപ്പിളരും. മാത്രമല്ല, അവയ്ക്ക് ഒരു രാജാവിനോ ശത്രുക്കൾക്കോ എതിര് നിൽക്കാനാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി സ്വീകരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നത്? തടി കൊണ്ട് നിർമ്മിതവും വെള്ളി പൂശിയതും സ്വർണം പൂശിയതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാനാവില്ല. ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും തങ്ങൾക്കായി എടുത്തുകൊണ്ടു പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ സഹായിക്കാനാവില്ല. അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ ഉടമസ്ഥനുപകരിക്കുന്ന വീട്ടുപയോഗപാത്രമോ ആയിരിക്കുന്നതാണ്. വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലായിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം. കൊട്ടാരത്തിലെ മരത്തൂണായിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം. എന്തെന്നാൽ പ്രകാശിക്കുകയും നിശ്ചിത ദൗത്യത്തിനായി അയക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ്. അതുപോലെ തന്നെയാണ് മിന്നൽ പിണർ. മിന്നുമ്പോഴാണ് അത് കാണപ്പെടുന്നത്. അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ദൈവം മേഘങ്ങളോട് കൽപ്പിക്കുമ്പോൾ അവ ആജ്ഞ നിറവേറ്റുന്നു. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ഉന്നതത്തിൽ നിന്ന് അയക്കപ്പെടുന്ന അഗ്നി ആജ്ഞാപിക്കപ്പെട്ടത് ചെയ്യുന്നു. എന്നാൽ ആ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ ഇവയോട് തുലനം ചെയ്യാനാവുകയില്ല. അതിനാൽ ആരും അവയെ ദേവന്മാരായി പരിഗണിക്കുകയോ അപ്രകാരം വിളിക്കുകയോ അരുത്. എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് മനസ്സിലാക്കുവിൻ. അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ കഴിയുകയില്ല. ജനതകളുടെ ഇടയിൽ ആകാശത്തിൽ അവ അടയാളങ്ങൾ കാണിക്കുന്നില്ല. സൂര്യനെപ്പോലെ അവ പ്രശോഭിക്കുന്നില്ല. ചന്ദ്രനെപ്പോലെ അവ പ്രകാശം നൽകുന്നുമില്ല. അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് ഓടിയൊളിക്കാനും തങ്ങളെ തന്നെ സഹായിക്കാനും അവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് നമുക്കൊരു തെളിവുമില്ല. ആകയാൽ നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. വെള്ളരിത്തോട്ടത്തിലെ നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് തടികൊണ്ട് നിർമ്മിതവും സ്വർണം പൂശിയതും വെള്ളി പൂശിയതുമായ അവരുടെ ദേവന്മാർ. അതുപോലെ തന്നെ തടികൊണ്ട് നിർമ്മിതവും സ്വർണം പൂശിയതും വെള്ളി പൂശിയതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയാണ്. അവ അന്ധകാരത്തിൽ എറിയപ്പെട്ട മൃതശരീരത്തിന് സമാനവുമാണ്. അവയുടെ മേലുള്ള ദ്രവിക്കുന്ന പട്ടുവസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവസാനം അവ സ്വയം ഇല്ലാതാക്കപ്പെടുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനായ ആളാണ് ഉത്തമൻ. തീർച്ചയായും അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യങ്ങൾ 25 മുതൽ 28 വരെ. അനുഗ്രഹിക്കുന്ന വ്യക്തി പുഷ്ടി പ്രാപിക്കും, നനയ്ക്കുന്നവൻ തന്നെയും നനയ്ക്കപ്പെടുമല്ലോ. ധാന്യം പൂഴ്ത്തിവെക്കുന്നവനെ ജനം ശപിക്കുന്നു. ധാന്യം വിൽക്കുന്നവൻ്റെ ശിരസിൽ അനുഗ്രഹമുണ്ട്. നല്ലത് തേടുന്നവൻ സംപ്രീതിയാണ് അന്വേഷിക്കുന്നത്.
തിന്മ തിരയുന്നവന് അത് തന്നെ വന്നുകൂടുന്നു. സ്വന്തം ധനത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുക തന്നെ ചെയ്യും. നീതിമാൻ പച്ചില പോലെ തളിർക്കും. പ്രിയമുള്ളവരെ, 208 ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ അസാധാരണമായ പരിപാലനയുടെ വഴികളിലൂടെ നമ്മെ നയിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെയും ആരാധനയോടെയും അവിടുത്തെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യാം. 36 അധ്യായത്തിൽ യെശയ്യാ പ്രവചനത്തിൽ സെന്നാക്കെരീബിൻ്റെ ആക്രമണത്തിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന ഹെസക്കിയാ രാജാവ് യെശയ്യായോട് ഉപദേശം ചോദിക്കാൻ ആളയക്കുകയാണ്. യെശയ്യാ നൽകുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. സെന്നാക്കെരീബ് ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോവുകയും അയാൾ സ്വന്തം പുത്രന്മാരാൽ തന്നെ വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് യെശയ്യായിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. നോക്കുക, ഒരു പ്രതിസന്ധി ദൈവം നിങ്ങൾക്ക് അനുവദിക്കുമ്പോൾ ആ പ്രതിസന്ധിയുടെ അവസാനം ദൈവം കണ്ടിട്ടുണ്ട് എന്ന ആശ്ചര്യപ്പെടുത്തുന്ന തിരിച്ചറിവാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു പ്രശ്നം ദൈവം നമുക്ക് മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ അറിയണം, ആരംഭവും അവസാനവും കാണാൻ കഴിയുന്ന ദൈവത്തിന് ഈ പ്രതിസന്ധിയുടെ അവസാനം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരിഹാരം അവിടുന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ ആ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് കാത്തിരിക്കുക മാത്രമാണ്, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവാശ്രയബോധത്തോടെ കാത്തിരിക്കുക മാത്രമാണ് മനുഷ്യന് ചെയ്യാനുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കാകെ ചെയ്യാനുള്ളത് ദൈവത്തിൽ ആശ്രയിച്ച് പരിഹാരത്തിൻ്റെ ആ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമാണ്. കാരണം നമ്മുടെ ദൈവം ഏത് പ്രതിസന്ധിയിലേക്ക് നമ്മളെ അയച്ചാലും അതിൻ്റെ പരിഹാരം അവിടുന്ന് തന്നെ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് സെന്നാക്കെരീബിനെ ഭയപ്പെടേണ്ടതില്ല എന്ന വലിയ ഒരു ഉറപ്പ് യെശയ്യായിലൂടെ ഹെസക്കിയായ്ക്ക് ലഭിക്കുകയാണ്. പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചത്. അസീറിയ രാജാവ് ആരംഭത്തിൽ ലെബനനിലെ രാജാവ് തനിക്കെതിരെ വരുന്നു എന്ന് കണ്ട് യൂദായെ പിന്നീട് ആക്രമിക്കാം എന്ന് കരുതി തിരികെ പോയി ലെബനോൻ രാജാവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ ഭീഷണിയായി ഒരു കത്ത് അദ്ദേഹം ഹെസക്കിയായ്ക്ക് കൊടുത്തയച്ചു. ആ കത്ത് ഹെസക്കിയ ദേവാലയത്തിൽ വെച്ചു. യെശയ്യായിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ പ്രവചനമുണ്ടായി. ദൈവത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഈ വർഷം തന്നെ വളരുന്നത് ഭക്ഷിക്കുക, അടുത്ത വർഷവും അങ്ങനെ തന്നെ ചെയ്യുക, 3-ാം വർഷം വിത്ത് വിതയ്ക്കാനും വിളവെടുക്കാനും കഴിയും. അസീറിയ രാജാവ് ഈ നഗരത്തിലേക്ക് പ്രവേശിക്കില്ല, വന്ന വഴിയിലൂടെ അവൻ തിരിച്ചു പോകും. ദൈവത്തിൻ്റെ ഈ പ്രവചനമനുസരിച്ച് അസീറിയ രാജാവിൻ്റെ പട്ടാളക്കാർ അന്തിയുറങ്ങിയിരുന്ന അസീറിയ പാളയത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രവേശിച്ച് ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ വകവരുത്തി. അസീറിയ രാജാവ് മടങ്ങിപ്പോയി നിനിവയിലെ അസീറിയക്കാരുടെ പ്രധാന ക്ഷേത്രത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തൻ്റെ തന്നെ 2 പുത്രന്മാരാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ച് അസീറിയ രാജാവ് പോകുന്ന വഴിയിലെ സകലതും നിർമൂലവും നാമാവശേഷവുമാക്കും എന്ന് സ്വന്തം കായിക ശക്തിയിലും ദേവന്മാരുടെ ശക്തിയിലും അഹങ്കരിച്ച് വെല്ലുവിളിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തന്നെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് കൊല്ലപ്പെടുക എന്നത് കാലം കാത്തുവെച്ച കാവ്യനീതിയായിരുന്നു. ദുരിതകാലങ്ങളിൽ നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വാഗ്ദാനമാണ് യെശയ്യായിലൂടെ ദൈവം അരുളി ചെയ്ത ആ വാഗ്ദാനം. ഈ വർഷം തന്നെ വളരുന്നത് ഭക്ഷിക്കുക, അടുത്ത വർഷവും അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുന്ന ആ വാചകങ്ങൾ ഒരു ദുരിതകാലത്ത് ആവർത്തിക്കാൻ കൊള്ളാവുന്ന മനോഹരമായ ചില പ്രവചനങ്ങളാണ്. മനോഹരമായ ഒരു ഔട്ട്കം, ഒരു അനന്തരഫലം അത് സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അസീറിയ രാജാവ് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന ഏത് മനുഷ്യൻ്റെയും പ്രതീകമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹെസക്കിയായും സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന സെന്നാക്കെരീബും. ഇത് ഏത് മനുഷ്യൻ്റെയും 2 സാധ്യതയാണ്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ കഴിവിൽ, നമ്മുടെ ശക്തിയിൽ, നമുക്കുണ്ടെന്ന് നമ്മൾ കരുതുന്ന ബാഹ്യശക്തികളിൽ ആശ്രയിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവില്ലായ്മ തിരിച്ചറിഞ്ഞ് കഴിവുള്ളവനായ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. 38 അധ്യായത്തിൽ ഹെസക്കിയ രോഗിയാവുന്നത് നാം വായിക്കുമ്പോൾ സൂക്ഷ്മമായൊരു വായനയിൽ നമുക്ക് മനസ്സിലാകും, ഇത് അസീറിയ രാജാവ് തോൽപ്പിക്കപ്പെടുന്നതിൻ്റെ, പരാജയപ്പെട്ട് മടങ്ങുന്നതിൻ്റെ മുമ്പ് നടന്ന സംഭവമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 38 അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ
37 അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അതായത് ഹെസക്കിയ രോഗിയാവുന്നത് 37 വിവരിക്കുന്ന കാര്യങ്ങൾ നടന്നതിന് മുൻപാണ്. ഹെസക്കിയ രോഗിയായി കഴിയുമ്പോൾ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും അദ്ദേഹം ദൈവത്താൽ തന്നെ സുഖപ്പെടുകയും ചെയ്യുന്നു. 38 അധ്യായത്തിൽ ഇങ്ങനെ വിവരിക്കപ്പെടുന്ന ഈ സംഭവം ഹെസക്കിയ രാജാവ് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച ഒരനുഭവമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ അനുഭവം ഹെസക്കിയായ്ക്ക് ദൈവം നൽകുന്നത് ഹെസക്കിയായുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെട്ട് അയാളെ സഹായിച്ച ദൈവം ഇനി തൻ്റെ രാജ്യം ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അയാളെ സഹായിക്കുമെന്ന ആ പ്രത്യാശാബോധം, ആശ്രയബോധം അയാളിൽ വർദ്ധിപ്പിക്കാനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന ഏത് നിസ്സാര സംഭവത്തിനും നമ്മളെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ച് തന്നിട്ടുള്ളവരെയെല്ലാം വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ തന്നെ കണക്കുകൂട്ടലിൻ്റെ ഭാഗമായിട്ട് കൂടി കാണാൻ കഴിയണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ബാറൂക്ക് വിഗ്രഹങ്ങളുടെ വ്യർത്ഥത വിവരിക്കുകയാണ്. ജെറമിയ ബാബിലോൺ പ്രവാസകാലത്ത് പ്രവാസത്തിലേക്ക് പോയ ജനങ്ങൾ വിഗ്രഹാരാധകരായ ജനങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ വിഗ്രഹങ്ങളെ കണ്ട് ഭയപ്പെടരുത്, അവ നിരർത്ഥകമാണ്, മനുഷ്യ സൃഷ്ടിയാണ്, അവയ്ക്ക് കഴിവില്ല എന്ന് വാചാലമായ മനോഹരമായ വാക്കുകളാൽ വിവരിക്കുന്ന ഭാഗമാണ് ബാറൂക്കിൽ നമ്മൾ വായിച്ചത്. വിഗ്രഹങ്ങളില്ലാത്തവനാണ് നീതിമാൻ. വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാത്തവനാണ് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നത്. നല്ല കർത്താവെ, ഈ ദിവസത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, സകല വിഗ്രഹങ്ങളിൽ നിന്ന്, വ്യക്തികൾ, സ്ഥാനമാനങ്ങൾ, അധികാരം, പണം തുടങ്ങിയ സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് മോചിപ്പിക്കാൻ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു പ്രശ്നം ഞങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ പരിഹാരം അങ്ങ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പരിഹാരം കണ്ടെത്തിയിട്ടാണ് പ്രശ്നത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് പോകാൻ ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനവായന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, സഹോദരങ്ങളെ അങ്ങ് സ്പർശിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കൂടുതലായി അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹിതരോട്, സുഹൃത്തുക്കളോട് വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. ദൈവം നിങ്ങളുടെ കൂടെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ല ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.